പ്രിയക ദൈവത്തിന് സ്തുതി. 2026 വിശുദ്ധ വലിയ നോമ്പ് ആചരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം അടുക്കുകയാണ്. കടന്നുപോയ ആചാര്യ ശ്രേഷ്ഠന്മാരെ അനുസ്മരിച്ച് നമ്മുടെ മുഴുവൻ പരേതരെയും ഓർത്ത് പ്രാർത്ഥിച്ച് പരിപാവനമായ ശുഭക്കോനോ ആചരണത്തിലൂടെയാണ് നാം ഈ നോമ്പിലേക്ക് പ്രവേശിച്ചത്. ഓരോ നോമ്പനുഷ്ഠാനവും ആരാധനയും നമ്മെ എത്തിക്കുന്നത് വിശുദ്ധീകരണത്തിലേക്കാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. വ്യക്തി, കുടുംബ, സാമൂഹ്യ, സഭാ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയെ പ്രാപിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് അന്വർത്ഥമാകുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാനായി ഒരുപാട് ബലഹീനതകളുള്ള മോശയെ തിരഞ്ഞെടുത്തത് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളും ദൈവത്തിന്റെ ആലയവും ആകുന്നു. നാം എത്തിച്ചേരുന്ന സ്ഥലം അത് ദൈവാലയത്തിലായാലും മരുഭൂമിയിലായോ പർവ്വതത്തിന്റെ മുകളിലോ ആയാലും അത് വിശുദ്ധിയുടെ സ്ഥലമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് സഹവസിക്കണമെങ്കിൽ നാം നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന പാപങ്ങളെയും തിന്മകളെയും നാം പാടെ അകറ്റി നിർത്തേണ്ടതുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളെയും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന്. മനുഷ്യജീവിതം ഒരു മരുഭൂ പ്രയാണ കാലഘട്ടമാണ്. കുടിപ്പാൻ വെള്ളമോ ഭക്ഷിപ്പാൻ ആഹാരമോ ഇല്ലാതെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ നീണ്ട 40 വർഷക്കാലം ഇസ്രായേൽ ജനം പ്രതിസന്ധികളെ നേരിട്ടാണ് കനാൻ ദേശത്ത് വന്നുചേർന്നത്. കേവലം ദിവസങ്ങൾ കൊണ്ട് മാത്രം എത്തുവാനുള്ള ദൂരമേ ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 200 കിലോമീറ്റർ മാത്രം ദൂരം. പക്ഷേ സർവശക്തനായ ദൈവം അവരെ വൈരികളുടെ കൈകളിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം 40 വർഷക്കാലം ചുറ്റി നടക്കുമാറാക്കി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരോട് കൂടെ നടന്നു. മാറായിലെ വെള്ളം മധുരമാക്കുവാനും ചെങ്കടൽ ഉണങ്ങിയ നിലമാക്കി അതിലൂടെ ജനത്തെ നടത്തുവാനും ദൈവം കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നോമ്പൊരു തീർത്ഥാടന കാലമാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ ശൂന്യമായ 6 കൽഭരണികളിൽ നിന്നും ശൂന്യമായി കിടക്കുന്ന മഹത്വത്തിന്റെ കല്ലറയിലേക്കുള്ള പ്രയാണമാണ് വിശുദ്ധ നോമ്പ്. ഏദന്റെ പറുദീസയിൽ നിന്ന് ആദ്യ മാതാപിതാക്കൾ തള്ളപ്പെട്ടുവെങ്കിൽ ആ നഷ്ടപ്പെട്ട പറുദീസ എനിക്കും നിങ്ങൾക്കും നൽകുന്നതാണ് ക്രൂശിലെ ത്യാഗം. വിശുദ്ധ നോമ്പിലെ 6-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സമീപ ഞായർ. ഈ ദിവസം വിശുദ്ധ സഭ കാതോലിക്ക ദിനമായി ആചരിക്കുകയാണല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്: അവൻ കടന്നു പോകുമ്പോൾ പിറവിക്കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി, ഒരു മഹാവൈദ്യനായ ദൈവപുത്രൻ യെരൂശലേമിലും യഹൂദിയിലും ഗലീലയിലും പരിസര പ്രദേശങ്ങളിലും അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവെന്ന് ആ കുരുടൻ ആരിൽ നിന്നൊക്കെ കേട്ട് അറിഞ്ഞിരിക്കണം. ആ മഹാവൈദ്യൻ കടന്നു വരുന്ന വഴി അവൻ തിരക്കി അറിഞ്ഞിരുന്നു. താൻ കേട്ടറിഞ്ഞ നസ്രായനായ യേശുവിനെ തന്റെ അന്ധത മാറ്റുവാൻ കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സ്തുതി ചൊവ്വാക്കപ്പെട്ട നമ്മുടെ സഭ എല്ലാ പ്രാർത്ഥനകളിലും ആരാധനകളിലും ആവർത്തിച്ച് ഉരുവിടുന്ന കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് അർത്ഥമുള്ള കുറിയായിലായ്സോൻ എന്ന വാക്ക് മാത്രമായിരുന്നു അവന്റെ അതിരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം നമുക്കിന്ന് എവിടെയോ നഷ്ടമായിരിക്കുന്നു. മരുഭൂമിയിൽ മന്ന ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ഇസ്രായേൽ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരായി പിറുപിറുക്കുന്നു. അവിടെ മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും ദൈവം സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ച് തന്റെ ജനത്തെ ദൈവം സന്തോഷിപ്പിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. നാം ഇന്ന് കേവലം അല്പവിശ്വാസികളാണല്ലോ പ്രിയരെ. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
കൃത്യസമയത്ത് നടത്തി തരുന്ന ദൈവത്തെ മാത്രമാണ് നമുക്ക് വേണ്ടത്. അത് നടക്കുന്നില്ല എങ്കിൽ നാം ഏത് അബദ്ധ സഞ്ചാരത്തിലേക്കും പോകുവാൻ ഒരുക്കമാണ്. കുഴലിനെ പോലെ നസ്രായനായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം സുസ്ഥിരവും സുദൃഢവും ആകട്ടെ. ചുങ്കക്കാരനായ സക്കായ കർത്താവിനെ കാണുവാൻ വേണ്ടി കാത്തിരുന്നതുപോലെ നമുക്കും യേശുവിനെ കാണുവാൻ, അവനെ നമ്മുടെ ഹൃദയത്തിൽ ഭവനത്തിൽ സ്വീകരിക്കുവാൻ, അവനോടൊപ്പം സഹവസിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. രണ്ടാമതായി നാം കാണുന്നത്, തന്റെ ചുറ്റുമുള്ള പുരുഷാരം എത്ര തന്നെ അധികമാണെങ്കിലും, ആരെല്ലാം തടസ്സപ്പെടുത്തിയാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നമ്മെ കാണുന്ന, നമ്മെ തേടിയെത്തുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു എന്നാണ്. യേശു നമ്മെ തേടിയെത്തുന്നവനാണ്. യേശു നമ്മെ തൊടുന്നവനാണ്. അവൻ നമ്മെ തലോടി ശീലോഹാമിലേക്ക് അയക്കുന്നവനാണ്. ആ വിശ്വാസം, ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പിറവിക്കുടൻ അതിനായി ദീർഘകാലം കാത്തിരുന്നതുപോലെ കർത്താവിന്റെ വഴിയിൽ അവനായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവം തമ്പുരാൻ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ.